അത്ത നക്ഷത്രക്കാർക്ക് നല്ല കാലം തന്നെയാണ്. ബന്ധങ്ങൾക്ക് കുറച്ച് വിള്ളലുണ്ടാകും, കടബാധ്യതകളുണ്ടാകും. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ, പേടിക്കേണ്ട ഒരു കാലമില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ താഴെ പോകും. നമസ്കാരം. മനുഷ്യന് വൈരാഗ്യമുണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അത് നമ്മൾ മറ്റൊരു വ്യക്തിയോട് വൈരാഗ്യമുണ്ടായിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പല കാരണങ്ങൾ കൊണ്ടും വൈരാഗ്യമുണ്ടാകാം. ഒരാളുടെ വളർച്ചയിൽ അസൂയയിലൂടെ വൈരാഗ്യമുണ്ടാകാം. അല്ലെങ്കിൽ തനിക്ക് കഴിവില്ലാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്താൽ അസൂയ ഉണ്ടാകാം, അല്ലേ? അതിനെ നമ്മൾ അസൂയ എന്ന് പറയും. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മളോട് ഒരാൾ പ്രതികാരം ചെയ്യാനായിട്ട് നമ്മളോട് അടിപിടി ഉണ്ടാക്കാൻ വന്നാൽ നമുക്ക് അവനോട് പകയുണ്ടാകും. പക്ഷേ പ്രസവിച്ച് വളർത്തിയ മകൻ അമ്മയോട് പ്രതികാരമുണ്ടായാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ മകൻ്റെ ഭാര്യ വന്നു കഴിയുമ്പോൾ മകൻ അമ്മയോട് കൂടുതൽ താല്പര്യത്തോടെ തന്നെക്കാൾ കൂടുതൽ അമ്മയെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞാൽ ഭാര്യയ്ക്ക് തോന്നുന്നു പ്രതികാരമുണ്ടായാൽ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ഒരു ദിനം കേൾക്കുന്ന ആളാണ് ഞാൻ. അമ്മ എന്ന് പറയുന്നത് ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ചില മക്കളെ വളരെ കുറവാണ് അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങൾ. മാതാവിനും പിതാവിനും ഒക്കെ സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ലാളിച്ചു വളർത്തിയ മകൻ ഭർത്താവ് നിശബ്ദനാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു അഭിപ്രായവുമില്ല. വളർത്തുന്നു, വിവാഹം കഴിപ്പിക്കുന്നു. പയ്യനെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രത്യേകിച്ചൊരു പ്രണയമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്, ഒരു 3-4 ഉദാഹരണങ്ങളുണ്ട്. വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അതുവരെ അമ്മയുമായിട്ട് സ്നേഹമുണ്ടായിരുന്ന മകൻ, അമ്മ ഭക്ഷണം എടുത്ത് വെച്ചാൽ മാത്രം കഴിക്കുന്ന മകൻ ക്രമേണ മാറ്റമുണ്ടാകുന്നു. അച്ഛനും അമ്മയോടും ഒപ്പമിരുന്ന് ആഹാരം കഴിച്ച മകൻ അച്ഛനും അമ്മയും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭർത്താവുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് കാരണമാകുന്നു. അമ്മയ്ക്കും അച്ഛനും ഈ ഭാര്യയും ഭർത്താവിനും എന്ന് പറഞ്ഞാൽ മകനും ഭാര്യയ്ക്കും ഇടയിൽ ഒരു അകലമുണ്ടാകുന്നു. വളരെ ഭീകരമായ ഒരവസ്ഥയിലേക്ക് പോകുന്നു. അമ്മ എന്നെ വിളിച്ചു, സ്വാമി, ഞാൻ അവനെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അവൾ ഇന്നലെ വന്നവളാണ്. അവൾ കൈവിഷം കൊടുത്ത് എൻ്റെ മകനെ സ്വാധീനിച്ചു. എൻ്റെ മകനെ ഇങ്ങനെ പോയാൽ എനിക്ക് നഷ്ടപ്പെടും. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ നഷ്ടപ്പെടരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മരുമകളുമായിട്ടൊന്ന് സംസാരിക്കുന്ന വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ സ്വാമി, ഇത് അറിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഞാൻ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾ സംസാരിച്ചോളൂ, പറഞ്ഞാൽ മതി. വീട്ടിലൊരു പൂജയുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോളൂ. എന്തായാലും ഞാൻ വിളിച്ചു. ആ പെൺകുട്ടി എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ വേർഷൻ നമുക്ക് കേട്ടാൽ നമ്മൾ എവിടെ നിൽക്കണമെന്ന് നമുക്ക് തോന്നില്ല. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ മകൻ പോകുമ്പോൾ അമ്മയോട് യാത്ര ചോദിച്ചു പോകണം. പണ്ട് വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള ഒരു ഷർട്ടുണ്ടെങ്കിൽ പോലും ഇട്ടാൽ തന്നെ അമ്മ പറയണം. എല്ലാം അമ്മയോട് ചോദിച്ച് ചെയ്യുന്ന ഒരു മകനായിരുന്നു എല്ലാ കാര്യങ്ങളും. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, വന്നു കയറിയ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നി, എന്ത് കാര്യങ്ങളും. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പോലും നിനക്ക് സാമ്പത്തികമായി ഇപ്പം അത്ര വലിയ ഭദ്രതയില്ലല്ലോ, ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടായതിന് ശേഷം മാത്രം ഒരു കുഞ്ഞ് ജനിച്ചാൽ മതി എന്ന് അമ്മ പറഞ്ഞു. പോയില്ലേ ജീവിതം, ദാമ്പത്യം, കലഹം, ഇല്ലേ? അപ്പം അവിടെ ഒരു വെടിമരുന്ന് വീണു. പിന്നെ അത് പൊട്ടിയാൽ മതി. എനിക്ക് ഗർഭം ധരിക്കാൻ, എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് ഒരു കുഞ്ഞു ജനിക്കാൻ ഭർത്താവിൻ്റെ അമ്മയുടെ അനുവാദം വേണം. ഇതാണ് പ്രശ്നം. ഇതുപോലുള്ള ആ പെൺകുട്ടി പറയുന്നാൽ കേട്ടാവുന്ന വിഷയങ്ങൾ അതിരൂക്ഷമാണ്, അതിഭീകരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഒരു ഗൃഹത്തിൽ ഇത് താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മറ്റൊരു വീടെടുത്ത് മാറൂ. അതിനുള്ള സാമ്പത്തിക അവസ്ഥ ഇപ്പോഴില്ല. കാരണം ബാങ്ക് ജോലിയുള്ള മകൻ ലോൺ എടുത്താണ് ഈ വീട് വെച്ചിരിക്കുന്നത്. ഈ വീട് പഴയൊരു വീടാണ്, അച്ഛൻ മേടിച്ച വീടാണ്. അത് പുതുക്കി പണിതത് ഈ മകൻ ലോൺ എടുത്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ലോൺ അടച്ച് തീരാതെ മറ്റൊന്നിനും നിർവാഹമില്ല. ഈ പെൺകുട്ടിയുടെ വീട്ടിലാണെങ്കിലും കുറച്ച് വസ്തു കൊടുത്തിട്ടുണ്ട്. അവിടെ അതും ബാങ്കിൽ പ്രശ്നമുള്ള വസ്തുവാണ്. ആ ലോൺ തീർന്നാലേ അവിടെ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഒരു ദാമ്പത്യത്തിൽ ഒന്നുമില്ലാത്ത സ്നേഹബന്ധം കൊണ്ട്, കരുതലുകൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം കണ്ടില്ലേ? ഇതിൽ നമ്മൾ എന്ത് പരിഹാരമാണ്, എന്ത് പൂജകൾ? ഒന്നാമത് ഈ പൂജകളൊന്നും എല്ലാത്തിനും പരിഹാരമല്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, 6-1 പരിഹാരം വരും, ഒരു പരിഹാരം വരും. അത് ഏതിനാണ് പരിഹാരം എന്നറിയത്തില്ല. എന്നെ ചിലർ വിളിച്ച് പറയും, സ്വാമി തലക്കാവേരിയിൽ പോയി കുളിച്ചു, സ്വാമി പറഞ്ഞ പോലെ.
കുക്കി സുബ്രഹ്മണ്യത്തിലെ പരിഹാരം ചെയ്തു, തിരുവണ്ണാമലയിൽ പോയി നടന്നു, തഞ്ചാവൂർ കുംഭകോണത്തെ ശിവലിംഗത്തെ പോയി അഭിഷേകം ചെയ്തു. വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇതൊക്കെ ചെയ്തിട്ട് താങ്കൾ എന്ത് ചെയ്തു? ഇല്ല, ഞാനൊന്നും പ്രത്യേകിച്ച് ചെയ്തില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഇങ്ങനെയുള്ള 1000 വർഷം നമ്മൾ ഇത്തരത്തിലുള്ള പൂജപരിഹാരങ്ങൾ ചെയ്താലും ഗതി പിടിക്കില്ല. കാരണം ഒന്നും ചെയ്യാനുള്ള മനസ്സില്ല. ദൈവം, ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെയാണ്, ഈശ്വരൻ അവിടെ ഉണ്ട്. നമ്മുടെ ഈശ്വര സാന്നിധ്യത്തിൽ കൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്ത് സമർപ്പിച്ച് മുമ്പിലോട്ട് പോയ കർമ്മങ്ങൾ ചെയ്യാതെ എന്താണ് കിട്ടുക? വല്ല കിട്ടൂ? ഒന്നും കിട്ടൂല. കാലദോഷം ഉണ്ടാകും അല്ലേ? കാലത്തിൻ്റെ ദോഷം നമുക്ക് എല്ലാവർക്കും ബാധിക്കും. ഞാൻ ഇവിടുത്തെ ഫലങ്ങൾ പറയുന്ന പൂർവ്വജന്മദോഷമാണ്. എല്ലാ നക്ഷത്രങ്ങൾക്കും പൂർവ്വജന്മമായിട്ടുള്ള ഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളാണ്. എത്ര ഉത്തമമായിട്ടുള്ള കാര്യമാണെങ്കിലും, ഉത്തമനാണെങ്കിൽ പോലും, ഇപ്പം കെ കരുണാകരൻ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് വരുമ്പോൾ, നമ്മളെ മുൻ മുഖ്യമന്ത്രി, മരണപ്പെട്ടു പോയ മുഖ്യമന്ത്രി, യശസ്വരനായ മുഖ്യമന്ത്രി, അദ്ദേഹം കേരളത്തിൽ കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രികളിൽ ഒരാളാണ്, എന്തൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും. അപ്പോൾ അദ്ദേഹം ഗുരുവായൂരപ്പനെ നിത്യം ഗുരുവായൂരപ്പനെ പോയി കണ്ട്, ഗുരുവായൂരപ്പനെ കാണാൻ എല്ലാവരെയും വഴിമാറ്റി ഗുരുവായൂരപ്പനെ തൊഴുത് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് ജീവിച്ച ആ മനുഷ്യൻ ഒരു ആക്സിഡൻറ്റിൽ നട്ടല് തകർന്ന് ഇരിക്കുന്നതാണ് നമ്മൾ അവസാനം കണ്ടത് അല്ലേ? അങ്ങനെയുള്ള അപ്പോൾ ദൈവത്തിനെ ഒരുപാട് വിളിക്കുക എന്നുള്ളതല്ല, ഫലങ്ങൾ ഒരുപാടുണ്ടാകും. മറ്റൊരു അമ്മ വിളിച്ചത് വിഷയം അതിനേക്കാൾ വലിയ രൂക്ഷമാണ്. എന്താണ്? പ്രത്യങ്കര പൂജ ചെയ്യണം. ഞാൻ ചോദിച്ചു, ഇത് അമ്മയോട് ആര് പറഞ്ഞു? അത് ഈ യൂട്യൂബിൽ കണ്ടു. എന്താണ്? പ്രത്യങ്കര ദേവി പൂജ ചെയ്താൽ ഒരുത്തനെ കിടത്താൻ പറ്റും. ഞാൻ പറഞ്ഞു, ആരെയാണ് കിടത്തേണ്ടത്? സ്വന്തം ഭർത്താവിനെ. ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം ഭർത്താവിനെ കിടത്താൻ. സ്വന്തം ഭർത്താവിന് എത്ര വയസ്സുണ്ട്? ഞാൻ ചോദിച്ചു. 72 വയസ്സുണ്ട്. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 69 വയസ്സുണ്ട്. നിങ്ങൾ തമ്മിൽ എവിടെയാണ്? രണ്ടിടത്താണ്. ഇപ്പം എന്താണ് പ്രശ്നം? എന്താണ് ഇപ്പം നിലവിലുള്ള പ്രശ്നം? അത് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ വാങ്ങിച്ച കുറേ സ്വത്തുക്കളും കുറേ സ്വർണ്ണമുണ്ട്, അതെല്ലാം കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലൊരു സംഭവം എനിക്കുണ്ട്. അതിപ്പോൾ ഹൈക്കോടതി കിടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വക്കീൽ അഡ്വക്കേറ്റ് ബാലഗോവിന്ദൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടാൽ മിടുക്കനായ വക്കീലാണ്, വളരെ ബുദ്ധിമാനാണ്. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും കാണാതെ പുസ്തകങ്ങളെക്കുറിച്ച് വിലയിരുത്തി സംസാരിക്കുന്നതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ രാവണരാവുകൾ എന്ന് പറയുന്ന രാവണനെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം വളരെ വലുതാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന കേസുകളെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കണമെന്ന് തോന്നും. അഡ്വക്കേറ്റ് ബാലഗോവിന്ദ് അഞ്ചുതെങ്ങിലാണ് താമസം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട് പോകും. ഇവിടുത്തെ എഴുത്തും കാര്യങ്ങളും ഓട്ടമൊന്നും കണ്ട് പറ്റുന്നില്ല. പോയാൽ മണിക്കൂറുകളോളം നമുക്ക് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നും. ബഹുമുടുക്കനാണ്. പ്രായമൊന്നും അദ്ദേഹത്തിന് പ്രശ്നമില്ല. ഒരു 20 വയസ്സുകാരൻ്റെ ചെറുപ്പക്കാരൻ്റെ യുവത്വം നിലനിൽക്കുന്ന, വാർദ്ധക്യാവസ്ഥയിലുള്ള യുവത്വം നിലനിൽക്കുന്ന ഒരു വലിയ വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന കേസുകളെക്കുറിച്ച് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, ഇതേപോലെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിതത്തിൽ മക്കളൊക്കെ സെറ്റിലായി എല്ലായിടത്തും, രണ്ടുപേരും രണ്ട് അവസ്ഥയിലാണ്. ഹൈക്കോടതി കേസാണ്, ജഡ്ജിമാർക്ക് പോലും അത്ഭുതമാണ്. അതുപോലത്തെ കേസാണിത്. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത്? എന്തിനാണ് കേസ്? അപ്പം അയാൾ സ്നേഹിച്ചില്ല എന്ന് പറയുന്നത്. ഇത്രയും വർഷം ഞാൻ പറഞ്ഞു, കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? ഇപ്പോഴാണോ ഒരു ഭർത്താവ് സ്നേഹിച്ചില്ല എന്ന് തോന്നുന്നത്? അയാൾ ദുഷ്ടനാണ്, അങ്ങനെയാണോ തോന്നുന്നത്? എന്താണ് അദ്ദേഹം കാണിച്ച ദുഷ്ടത്തരം? നിങ്ങളെ ഭക്ഷണം കൊടുത്തില്ലേ? നിങ്ങളെ നോക്കിയില്ലേ നല്ലവണ്ണം? ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കരുതലിലല്ലേ നിങ്ങൾ കഴിയുന്നത്? എന്നിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്ന, നിങ്ങളുടെ അച്ഛൻ അദ്ദേഹത്തിന് കൊടുത്ത സ്വത്ത് തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെടുന്നത്, സ്വർണം തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെടുന്നത്, ഭൂമി തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെടുന്നത്? ഇപ്പോഴാണോ സ്നേഹിച്ചില്ല തോന്നുന്നത്? 2 മക്കളെ വളർത്തി നല്ല പൊസിഷനാക്കി, 2-3 മക്കളെ വളർത്തി നല്ല അവസ്ഥയിലാക്കി. മക്കൾ ഇതിനകത്ത് ഇടപെടുന്നില്ല. അല്ല, അച്ഛൻ്റെ അമ്മയുടെ കാര്യം അച്ഛനമ്മമാർ നോക്കിക്കോളൂ, ഞങ്ങൾക്ക് അച്ഛനമ്മമാരെ നോക്കാൻ പറ്റില്ല, ഇനി ഞങ്ങൾ വരുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ മരണത്തിന് മാത്രമേ വരികയുള്ളൂ എന്ന് പറയുന്ന മക്കൾ. അപ്പോൾ ഇങ്ങനൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്ന മക്കൾക്ക് ഇതിന് കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? ഇത്രയും വർഷം അവർക്ക് മാനസികമായ തകരാറുണ്ടോ? മാനസികമായ ഒരു തകരാറുമില്ല. സ്നേഹിച്ചിട്ടില്ല എന്ന്, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചില്ല സ്വാമി. അപ്പോൾ ഞാൻ എന്ത് വേണം? അതൊരു പ്രത്യങ്കര ഹോമം ചെയ്യണം. അതെന്തിന്? അത് ഭർത്താവിനെ കിടത്തണം. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു പ്രത്യങ്കര ഹോമം ചെയ്താൽ ഭർത്താവ് കിടക്കുമെന്ന്? അത് എനിക്ക് മനസ്സിലായി. സ്വാമിക്ക് പറ്റുമോ? ഞാൻ പറഞ്ഞു, സ്വാമിക്ക് പറ്റുമെങ്കിൽ കാന്തല്ലൂരിലെ അവിടെ പ്രത്യങ്കര അല്ലേ, ഞാൻ പറഞ്ഞു അവിടെ വെച്ചിട്ട് ഇത് എൻ്റെ ഭർത്താവിനെ ഒന്ന് കിടത്തിത്തരണം, പൈസ പ്രശ്നമില്ല. നമ്മളെന്ത് പറയും അവരെടുത്ത്? ഭർത്താവ് ഇത്രയും കാലം നോക്കി, ഇപ്പോഴും ഭർത്താവിൻ്റെ കൂടെ 2 മുറികളിലായിട്ട് കഴിഞ്ഞ് ജോലിക്കാർ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് 2 പേർക്ക് മേശപ്പുറത്ത് വയ്ക്കും. ഒരാൾ കഴിച്ചു പോയതിന് ശേഷം മറ്റേ അടുത്ത ആൾ വന്ന് കഴിക്കും. ഒരു വീട്ടിൽ 2 ബദ്ധശത്രുക്കൾ, ഭീകരമായ ശത്രുക്കൾ. 2 മക്കൾ, 2-3 മക്കളുണ്ട്, എല്ലാം വിദേശത്ത്. അവരിങ്ങനെ കാര്യങ്ങൾ ഇടവില്ല. അച്ഛൻ്റെയും കാര്യം, അത് വിദേശത്ത് താമസിക്കുന്നവരങ്ങനെയാണല്ലോ. അച്ഛൻ്റെ അമ്മയുടെയും കാര്യം നിങ്ങളുടെ സ്വകാര്യതയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാം, ഇല്ലെങ്കിൽ മരിക്കാം. മരിച്ചാൽ ഞങ്ങൾ വരും, നേരത്തെ ഫ്ലൈറ്റ് വന്ന് എല്ലാത്തിനെയും കൂടെ കൂട്ടി ചട്ടിക്കകത്താക്കി വെച്ചിട്ട് പോകും. നമ്മളെന്ത് പറയണം?
ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? എന്നാൽ ഒരുമിച്ച് സ്നേഹിച്ച് ജീവിച്ച് അല്ലേ, മക്കളെ സൃഷ്ടിച്ച് പിള്ളേരെയൊക്കെ വളർത്തി സമൂഹത്തിൽ അന്തസ്സായിട്ട് ജീവിക്കണത് വരാൻ കോടതി വരാന്തി പോയി നിൽക്കേണ്ട അവസ്ഥ. എന്തൊരു ലോകമാണ്, എന്തൊരു മനുഷ്യരാണ്, നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഭക്തിയുടെ പേരിൽ കുറേ കൊള്ളാം, മനുഷ്യരിങ്ങനെ പക. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അങ്ങനെ പ്രത്യങ്കരാ ദേവി എന്നൊക്കെ പറയുന്നത്, പ്രത്യങ്കരാ ഹോമം എന്നൊക്കെ പറയുന്നത്, പ്രത്യങ്കരാ ദേവി എന്ന ശത്രുസംഹാര ദേവിയാണ്. അത് ചെയ്തുകൂടാ, അതിനെ ഓർക്ക പോലും ചെയ്യില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ ആ പേര് പോലും ഉച്ചരിക്കരുത്, നശിച്ചു പോവും. സ്ത്രീകൾ പ്രത്യങ്കരാ ദേവി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ശരീരവും സിംഹത്തിൻ്റെ മുഖമായിട്ടുള്ള ശത്രുസംഹാര ദേവിയാണ്. അതിനെ ഉപാസന പോലും വളരെ അത്രയും കഠിന ഉപാസനയുണ്ടെങ്കിൽ മാത്രമേ അത് ഉപാസിക്കാവൂ അതിനെ. ഇത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. ചുമ്മാതെ പ്രത്യങ്കര ഹോമം ചെയ്യാൻ ചില ജ്യോതിഷ പണ്ഡിതന്മാർ എഴുതി കൊടുക്കും. പ്രത്യങ്കര ഹോമം എന്താണെന്നും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അത്ര ശക്തിയുള്ള സ്ഥലമല്ലേ. നമ്മുടെ ആശ്രമത്തിൽ കയറിയ ഒരു സുഹൃത്ത് എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതാണോ പെണ്ണോ എന്ന് ചോദിച്ചു. അതിൻ്റെ ഫലം അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. എൻ്റെ വിഗ്രഹത്തെ നോക്കിയിട്ട് ചോദിക്കുക ആണാണോ പെണ്ണാണോ എന്ന്. ആണാണോ പെണ്ണാണോ എന്ന് കാലം തീരുമാനിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പോയി നിൽക്കുകയാണ് ഓരോ കാര്യങ്ങൾ. യൂട്യൂബ് നോക്കിയിട്ടൊന്നും നമ്മൾ ജപിക്കുക. ഇന്നിപ്പോൾ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചായിരുന്നു. അവർക്ക് ശരീരം മുഴുവൻ തളർച്ച, വരാൻ പറ്റില്ല, ദൂരെയാണ്, ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞു എങ്ങനെ തളർച്ച? നമ്മൾ ആശുപത്രിയിൽ പോകും, ഡോക്ടർമാരെ എല്ലാം കണ്ടു, എല്ലാ ഡോക്ടർമാരെയും കണ്ടു. ഇനി കാണാൻ ഒരു ഡോക്ടർമാരില്ല. ആയുർവേദി കണ്ടു, അലോപ്പതി കണ്ടു, ഹോമിയോ ഡോക്ടർമാരെ കണ്ടു, പക്ഷെ ഒരു മാറ്റവും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു അതിന് ഇനിയിപ്പം നിങ്ങൾ എന്നെ വന്ന് കാണണം. കാണാതെ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് ജ്യോതിഷം അറിഞ്ഞുകൂടാ. പിന്നെ മൊബൈലിലൂടെയോ വീഡിയോ കോളിലൊന്നും പറഞ്ഞാൽ എനിക്കറിയത്തില്ല. വന്ന് എൻ്റെ തമ്പുരാൻ ക്ഷേത്രത്തിൽ വന്ന് ഒരു നാണയം വെച്ച് 1000 രൂപ അവിടെ അമ്പലത്തിലും കൊടുത്താൽ ഞാൻ ഫലം പറഞ്ഞു തരാം, പൂർവ്വജന്മവും നോക്കി പറഞ്ഞു തരാം. അതല്ലാതെ അതിനപ്പുറത്തോട്ട് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാത്തൊരു കാര്യം ഞാൻ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങളൊന്ന് വരുമെന്ന് പറഞ്ഞപ്പോഴാണോ ഈ പറഞ്ഞത്? നിങ്ങൾ വല്ലതും ജപിക്കുന്നുണ്ടോ? അപ്പോഴാണോ ഈ പറഞ്ഞത് ഒരു ഭദ്രകാളി ജപിക്കുന്നുണ്ടെന്ന്? അത് ആലോചിച്ച് നോക്കൂ. ഞാൻ ഭർത്താവില്ലേ? ഉണ്ട്. കുട്ടിയുണ്ടോ? ഉണ്ട്. ഭർത്താവും കുട്ടിയുമുള്ള ദാമ്പത്യത്തിൽ ഉത്തമമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഭദ്രകാളിയെ ജപിക്കുവാണ്. ഭദ്രകാളിയെ ഭജിച്ചാൽ പോലും ജപിച്ച് ഉപാസന ഉണ്ടത്രേ. ഞാൻ ആര് പറഞ്ഞു? അത് ഞാൻ പണ്ടൊരു സ്ത്രീയുടെ കൂടെ ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ ആ സ്ത്രീയുടെ അവിടെ ചെന്നപ്പം അവിടെ ഇരുന്ന ആ സ്വാമി പറഞ്ഞു, നിങ്ങൾക്ക് ഭദ്രകാളിയുടെ അനുഗ്രഹം കൊണ്ട് ജപിച്ചോളാം. അല്ല, ഞങ്ങളുടെ കുടുംബത്തിലും ഭദ്രകാളി ദേവിയാണ്. ആ നിങ്ങൾ ജപിച്ച് ഇപ്പം എന്തായി? ഞാൻ പറഞ്ഞു നിങ്ങൾ ഭദ്രകാളി ജപിച്ച ഓം ഐം ക്ലീം സംഹും ഭം ഭദ്രകാളിയെ നമ. ഇത് ജപിക്കണമെങ്കിൽ എത്ര ദശലക്ഷങ്ങൾ ജപിച്ച് ഭദ്രകാളിയുടെ അനുഗ്രഹം വേണം. കാളികാളി, കൊടുങ്കാളി, കരിങ്കാളി, അധർമ്മണ ഭദ്രകാളി, ഭയങ്കര മന്ത്രങ്ങളല്ലേ. നിങ്ങൾ കാളി ജപിച്ചാൽ അതും ഒരു സ്ത്രീ, മാസമുറയുള്ളൊരു സ്ത്രീ ഭദ്രകാളി എടുത്ത് ജപിച്ചാൽ കൗളമാർഗത്തിലൊക്കെ ഓക്കെ. അത് കൗളമാർഗത്തിലാണെങ്കിൽ പോലും ആ ശാരീരികമായിട്ട് എത്രയും ശക്തി വേണം. അതിനകത്ത് വേറൊരു മാർഗമാണത്, വൈദികത്തിലും വേറെയാണ്. ഇതൊക്കെ ഒരുപാട് തന്ത്രമാന്ത്രികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതൊക്കെ എടുത്ത് ജപിച്ചാലുള്ള അവസ്ഥ ഇപ്പം എന്താണ്? ശരീരത്തിൻ്റെ തളർച്ചയാണ്, എഴുന്നേറ്റിരിക്കാൻ വയ്യ. എന്ത് ചെയ്യണം സ്വാമി എന്നോട് ചോദിച്ചു. ഭർത്താവുള്ള ഒരു സ്ത്രീ, ആരോഗ്യമുള്ള ഒരു ഭർത്താവിനോടൊത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ, 10-11 വയസ്സുള്ള മകളുള്ള ഒരു സ്ത്രീയെ, പുരുഷ സാന്നിധ്യമുള്ള സാമീപ്യവും സാന്നിധ്യവുമുള്ള സ്ത്രീയെ, ആ സ്ത്രീ ഭദ്രകാളിയെ ഉപാസിച്ചാലുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ ഇവരോടൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്ന ജ്യോതിഷ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ സ്വാമിമാരൊക്കെ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ കുട്ടിക്ക് എന്തായാലും വയ്യാതായി. ഞാൻ പറഞ്ഞു നിങ്ങൾ നിർത്തിക്കോളൂ. അപ്പോൾ പറഞ്ഞു സ്വാമി ഇതെങ്ങനെ നിർത്തും? ഞാൻ പറഞ്ഞു നാളെ വിളിക്കാൻ പറഞ്ഞു. നോക്കണം അത്. ജപിച്ച് ജപത്തിൻ്റെ ഒരു അവസ്ഥയായി കഴിയുമ്പോൾ നമ്മുടെ ഞരമ്പുകളൊക്കെ ഉണരത്തില്ലേ? നമ്മുടെ തലച്ചോറ് 1110 ഗ്രാമുള്ള തലച്ചോറ് മുഴുവൻ നാഗങ്ങളാണ്. ഈ നാഗങ്ങൾ ഉണരില്ലേ? ശരീരം ഉണരില്ലേ? അത് മരുന്ന് കൊണ്ട് നിൽക്കുമോ? അത് ഉണർത്തിയെടുത്ത് നിലനിർത്താൻ ജപിച്ച് ഈ ബന്ധങ്ങളെല്ലാം വേറിട്ട് പോവില്ലേ? ഭർത്താവ് പോവും, കുട്ടി പോവും, എല്ലാം പോയിട്ട് വേറൊരവസ്ഥയായി മുടിയൊക്കെ ജട കെട്ടി വേറൊരവസ്ഥയിലായി പോവില്ലേ? ഈ ചെറുപ്പത്തിലൊക്കെ ഭദ്രകാളി ജപമൊക്കെ തുടങ്ങണത് ഇതെന്ത് മണ്ടത്തരമാണ് ആൾക്കാരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നും അറിഞ്ഞൂടാ. എനിക്കങ്ങനെ ബോധമൊന്നുമുള്ള ആളല്ല. പക്ഷേ എൻ്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇപ്പോൾ. അല്ലേ, ഒരു സ്ത്രീ വാർത്താളി. ഞാൻ ചോദിച്ചാൽ എന്ത് ജപിച്ചത്? അത് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി. എന്നുവെച്ചാൽ എന്തൊന്നും ഇഷ്ടമായി? അല്ല, അതിൻ്റെ നോട്ടവും അതിൻ്റെ പന്നിമുഖവും ഒക്കെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി.
അപ്പോൾ ഞാനൊരു ഒലക്ക ഉണ്ടാക്കി, എന്നിട്ട് ആ ഒലക്കയെ പൂജിച്ച് ഞാൻ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാനിത് ജപിക്കുവാണ്. ഇപ്പോൾ എന്താണ് പ്രശ്നം? ഇപ്പോൾ ഉറങ്ങാൻ വയ്യ. എന്തുകൊണ്ട് ഉറങ്ങാൻ വയ്യാതെ? ശ്വാസം കൂർക്കം വലിക്കുമ്പം ഭർത്താവ് പറയുകയാണ്, എടി നീ കൂർക്കം വലിക്കുമ്പം പന്നികൾ കൂർക്കം വലിക്കുന്ന പോലെയുണ്ട്, പന്നികൾ ഇങ്ങനെ ഹും 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 എന്ന് ഉണ്ടാക്കി പോകുന്ന പോലെയാണ് നീ പിന്നെ രാത്രി ഉറങ്ങുന്നതെന്ന്. ഞാൻ പറയും നിങ്ങളെന്താ ചെയ്യണേ? അതിങ്ങനെ ഞങ്ങൾക്ക് ജപം വല്ലതും ഉണ്ടോ? ജപിക്കുന്നുണ്ട്. എന്ത് ജപിക്കണേ? അത് വാർത്താളി. ഞാൻ എവിടെ നിന്ന് കിട്ടി? അത് ട്യൂബിൽ നിന്ന് കിട്ടി. ഏത് രൂപ? യൂട്യൂബിൽ നിന്ന് കിട്ടിയെന്ന്. വാർത്താളി ജപിച്ചാൽ ആർക്കാണ്? അതെനിക്ക് കുറേ ശത്രുക്കളുണ്ട്. ആര് ശത്രു? ഭർത്താവിൻ്റെ സഹോദരി. അപ്പം അവളെ കിടത്താനായിട്ട് ചെയ്താ. അവൾ കിടന്നാ നമ്മളല്ലേ കിടന്നത്? നമ്മൾ കിടക്കുമ്പോൾ ശ്വാസം വിടാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂട്യൂബിൽ നിന്ന് എടുത്ത് ചെയ്യുന്നത്. യൂട്യൂബ് ദൈവത്തെ ഓർത്ത് ഈ യൂട്യൂബിൽ വരുന്ന കാര്യങ്ങൾ, അതിൽ പല ബീജാക്ഷരങ്ങളും തെറ്റായിട്ടാണ് അവർ കൊടുക്കുന്നത്. അതിൽ പഠിക്കുന്ന മന്ത്രങ്ങൾ നിങ്ങളെടുത്ത് ജപിക്കരുത്. നിങ്ങൾ ജപിച്ചാൽ ഒരു ഉപാസന സ്വീകരിക്കണമെങ്കിൽ ഒരു നല്ല ജ്യോതിഷ പണ്ഡിതനെ, നല്ലതായിട്ടുള്ള ജ്യോതിഷം നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരാളെ കാണണം. കണ്ടിട്ട് ഇദ്ദേഹം ഈ ജന്മത്തിൽ പൂർവ്വജന്മം എടുക്കണം. പൂർവ്വജന്മത്തിൽ ഇദ്ദേഹം എന്തിനെയാണ് ഉപാസിച്ചിരുന്നത്, ഇദ്ദേഹം എങ്ങനെയാണ് ഇദ്ദേഹം മൃത്യു സംഭവിച്ചത്, അത് നമ്മൾ അതിൽ നിന്ന് എടുത്തതിന് ശേഷം ഇദ്ദേഹം ഏതെങ്കിലും ദേവതയുമായിട്ടോ ക്ഷേത്രവുമായിട്ടോ ബന്ധമുണ്ടായിരുന്ന ആളാണോ, അത് ഏത് ക്ഷേത്രമാണ്, ഏത് ദേവതയാണ്, ഏത് ദേവതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് അതിനെ ഉപാസന മൂർത്തിയാക്കി ഒരാൾ അത് ഉപാസന സ്വീകരിക്കേണ്ട ഒരു രീതി ചടങ്ങാണ്. അല്ലാതെ ഫോൺ എടുത്ത് വെച്ച് നിങ്ങൾ ഈ മന്ത്രം ജപിച്ചോളൂ എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ജപിച്ചോളൂ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ വളരെ മോശകരമായി സർവനാശം സംഭവിക്കും. വാർത്താളി ദേവിയൊക്കെ യൂട്യൂബിൽ നിന്ന് ജപിച്ചിട്ട് വയ്യ അവർക്ക്. 2 കാൽമുട്ടുകളും 2 കൈമുട്ടുകളും പോയി. കാരണം പന്നികൾ നടക്കുന്ന പോലെ നടക്കാൻ പറ്റുന്ന അവസ്ഥ. സ്തംഭനം വരൂലേ? ആമവാദം വരൂലേ? വെറുതെ ജപിക്കാൻ അങ്ങനെയൊക്കെ ജപിക്കാൻ പറ്റുമോ? അതിന് ഒരാൾക്ക് മന്ത്രദീക്ഷ സ്വീകരിക്കുന്നതിനുള്ള ചടങ്ങുണ്ട്. അതൊരു ചടങ്ങാണ്. ഞാനിപ്പോൾ മന്ത്രദീക്ഷ സ്വീകരിച്ച സൂര്യകാലടി സുബ്രഹ്മണ്യ ഭട്ടതിരിപ്പാടിൽ നിന്നാണ് ചാമുണ്ടേശ്വരി മന്ത്രദീക്ഷ സ്വീകരിച്ചത്. അദ്ദേഹം എൻ്റെ പൂർവ്വജന്മമൊക്കെ നോക്കി. അപ്പോൾ പലരും പറഞ്ഞത് സുബ്രഹ്മണ്യനാണെന്ന്. അപ്പം അല്ല, ഇതാ ചാമുണ്ടിയാണ്. ഞാൻ കരിക്കാൻ ചാമുണ്ടി ക്ഷേത്രത്തിൻ്റെ ഭക്തനായിരുന്നു. അങ്ങനെ ചാമുണ്ടേശ്വരി മന്ത്രദീക്ഷ തന്നു. അപ്പോൾ അത് നമ്മൾ നിലനിർത്തുന്നതും അതിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെ വിധിയാണ്. പക്ഷെ ആ തരുന്നതിനൊരു ചടങ്ങുണ്ട്. അതൊരു ചടങ്ങാണ്, അതൊരു വലിയ ചടങ്ങാണ്. പൂജകളൊക്കെ ചെയ്ത് നമ്മളെ ഇവിടെ ഇരുത്തി നമ്മളെ ജലധാരയൊക്കെ നടത്തിയാണ് അത് ചെയ്യുന്നത്. കാതിൽ മന്ത്രം പറഞ്ഞു തരുന്നത്. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇത് ഫോണിൽ കൂടെ പറയുക, യൂട്യൂബിൽ നിന്ന് എടുക്കുകയൊക്കെ ചെയ്ത് ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങൾ മാത്രമല്ല കുടുംബം ശിഥിലമായി പോകുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നതാണ്. എത്ര പേരാണ് ഇങ്ങനെ വിളിക്കുന്നത്? ചെറുപ്പക്കാർ. ഇന്നലൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ പയ്യൻ, അവൻ നന്നായിട്ട് അവൻ്റെ കല്യാണം തീരുമാനിച്ചതാണ്. അവന് ഉദ്യോഗക്കയറ്റം കൊടുക്കാത്തതിന് അവൻ്റെ കൂടെയുള്ള മേലുദ്യോഗസ്ഥൻ പ്രശ്നമാണെന്ന് അവന് തോന്നി. അവൻ പ്രത്യങ്കര ദേവിയെ നിരന്തരം, ഞാൻ എത്ര ജപിച്ചു? ഒരു ദിവസം 251 തവണ ജപിക്കും. ഞാൻ മന്ത്രദീക്ഷ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ അതിൽ നിന്ന് മന്ത്രം എടുത്തു. ഏത് മന്ത്രം? ഞാൻ ഞെട്ടിപ്പോയി ആ മന്ത്രം കേട്ട്. അയാൾ ചൊല്ലുന്നതിനകത്ത് പലതും ഇല്ല. പ്രത്യങ്കര മന്ത്രം ചൊല്ലുന്നതിനകത്ത്, മന്ത്രം ചൊല്ലുന്നതിന് മുമ്പ് നമ്മൾ ഇരിക്കേണ്ട വിധം, എവിടെയാണ് ഇരിക്കേണ്ടത്, എവിടെ ഇരുന്നാണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ചൊല്ലുന്നതിന് മുമ്പ് നമ്മുടെ ശരീരശുദ്ധി എങ്ങനെയായിരിക്കണം, നമ്മുടെ മനസ്സ്, ശരീരം, കർമ്മം ഇതെല്ലാം എങ്ങനെ, അന്നത്തെ കർമ്മം എന്താണ്, നമ്മുടെ ശാരീരികമായ അവസ്ഥ എന്താണ്, നമ്മുടെ മാനസികമായ അവസ്ഥ എന്താണ്, നമുക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങൾ എങ്ങനെയാണ്, ഇതെല്ലാം നോക്കിയിട്ടില്ലേ പ്രത്യേകത ജപിക്കാൻ. കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് കണ്ണുടച്ചിരുന്ന് കമ്പ്യൂട്ടറിൽ നോക്കി ജപിച്ചുകൊണ്ടിരുന്ന ആളുടെ മാനസികയോ അയാൾക്ക് തലവേദന കൊണ്ട് നിൽക്കാൻ വയ്യ. അത് മാത്രമല്ല മൂത്രതടസ്സം ഉണ്ടായി. മരുന്നില്ല. ഇത് ഒരു മരുന്നും രക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ തന്ത്രമന്ത്രാദികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ, ഇത് മറ്റവൻ്റെ മേലുദ്യോഗസ്ഥനെ കടത്താൻ വേണ്ടി ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് പറ്റി? അയാൾക്ക് യൂറിൻ പോകുന്നില്ല, തലവേദന, അസഹനീയമായ തലവേദന. അപ്പോൾ എനിക്കറിയപ്പെട്ട, ഞാൻ പറഞ്ഞു ഇത് നമുക്കറിയപ്പെട്ട ഇവിടെ പുനർജനി ഹോസ്പിറ്റലിൽ ഡോക്ടർ സതീഷ് ഉണ്ട്, നിങ്ങളൊന്ന് പോയി കാണൂ. നിങ്ങളുടെ മൂത്രതടസ്സം എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് ചിലപ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് വന്നിട്ടുള്ളതാണ്. ചിലപ്പോൾ 3 വരെ പോയപ്പോൾ എൻ്റെ ആശ്രമത്തിലേക്ക് വന്ന് പ്രത്യങ്കര ദേവിയെ കണ്ടിട്ടുള്ളതാണ്. അല്ലാതെ അദ്ദേഹത്തിന് പോയി നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഇതാണെന്ന് പറയൂ. നിങ്ങൾ ജപിച്ചിട്ടുണ്ടല്ലോ ഒരു ദിവസം 251 തവണ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 90 ദിവസമായിട്ട് പുള്ളി 250 വീതം ജപിച്ച് ശരീരം മുഴുവൻ പോയി.
ഭക്ഷണം കഴിക്കാൻ വയ്യ, വയറ് സ്തംഭിച്ചു, തലയ്ക്ക് അമിതമായ വേദന, തലവേദന സഹിക്കാൻ പറ്റാത്ത എല്ലാ മെഡിസിനും കഴിച്ചു, ഒരു സ്കാൻ ചെയ്തിട്ട് പോലുമില്ല. കാരണം എന്താണ്? നാഗങ്ങൾ ഉണർന്ന് നിൽക്കും. ഈ നാഗങ്ങൾ ഉണർന്ന പ്രത്യങ്കര ജപിക്കാൻ പാടില്ല. പ്രത്യങ്കര, ചിന്നമസ്ത, ബഹളാമുഖി എന്നൊക്കെ പോലുള്ള, ഭദ്രകാളിയൊക്കെ ഏറ്റവും താഴെയാണ്. ഇതൊക്കെ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് ശത്രുസംഹാരത്തിന് പറ്റും, നിങ്ങൾക്ക് അതിന് പറ്റും. ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ പാട്ട് പോലും പ്രത്യങ്കര ദേവിയുടെ ഈ പാട്ട് ചില ഒരു വലിയ ഭജനുണ്ട്, ഞാൻ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും എടുക്കാൻ പോലും പാടില്ല, അത് കേൾക്കാൻ പോലും പാടില്ല. അതിന് ഓരോ നിയമങ്ങൾ, ഓരോ സമയമുണ്ട് അത് കേൾക്കാൻ. അർദ്ധരാത്രി കഴിഞ്ഞിട്ടുള്ള ഇന്ന സമയത്ത് ഇന്ന മുഹൂർത്തത്തിൽ, ബ്രഹ്മമുഹൂർത്തത്തിൽ അത് മാത്രമേ അത് കേൾക്കാവൂ. അത് കേൾക്കുമ്പോൾ ഒരു സ്ത്രീകളാണെങ്കിൽ അവരെങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യങ്കര ദേവിയെക്കുറിച്ച്. ആരും ആ പേര് പോലും പറയില്ല. എന്തൊക്കെയാണോ എന്തോ ചെയ്ത് കൂട്ടുന്നത് ആൾക്കാർ. ഇതെങ്ങോട്ടാണ് ഈ ചെറുപ്പക്കാരൊക്കെ ഇപ്പോഴുമൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട്, ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ജീവിതം താറുമാറായി പോകുന്നുള്ള. കാരണം ഇത് കഴിഞ്ഞ് വേറൊരു വിഷയമുണ്ട്. കല്യാണം കഴിക്കാത്ത പയ്യനാണ് ഇയാൾ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ഇതിപ്പോൾ നിർത്താൻ പറ്റുമോ? ഞാൻ പറഞ്ഞു നിങ്ങളുടെ അമ്മയെ വിളിക്കാൻ പറയുന്നത്. അമ്മ വിളിച്ചു. ഞാൻ പറഞ്ഞു മകൻ ഇങ്ങനെയാണ് സ്വാമി, ഞാൻ സ്വാമിയുടെ DNA ചാനൽ യൂട്യൂബൊക്കെ കാണുന്നതാണ്, ഇങ്ങനെ സംഭവിച്ചു, എൻ്റെ മകനെ രക്ഷിക്കണമെന്ന് അവർ പൊട്ടിക്കരയുവാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ ഇതിനകത്തുള്ള ഈ യൂട്യൂബിനകത്തുള്ള കാര്യങ്ങൾ നോക്കി വന്ന് ഇതൊന്നും ചെയ്യരുത്. ഒരാൾ സ്ഥിരം സ്വപ്നം കാണും. ഞാൻ ഓരോരുത്തരുടെ അവസ്ഥ പറയുന്നത് എന്താണ്? കാട്ടുമൃഗങ്ങൾ, കാട്ടുപോത്തുകൾ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾ വന്ന് ആക്രമിക്കുന്നതായിട്ട് സ്വപ്നം കാണും. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ജോലി? അത് ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള വല്ല പണമിടപാട് സ്ഥാപനങ്ങൾ വല്ലതും നടത്തിയിരുന്നു? ഞാനൊരു ഫിനാൻസ് നടത്തിയിരുന്നു സ്വാമി. എന്നിട്ട് അതിന് ഒരുപാട് കേസുകളുണ്ട്, അത് പൊളിഞ്ഞു പോയി. ഞാൻ എന്ത് ചെയ്തു? അത് ഞാൻ അവിടെ ആൾക്കാരിട്ട പണം, അവിടെ സ്വർണ്ണം പണയം വെച്ചവരുടെ പണയമൊക്കെ എടുത്ത് വേറെ കൊണ്ട് പണയം വെച്ചു. ആ പണയം പൂട്ടിപ്പോയി. അവരെന്നെ പറ്റിച്ചപ്പോൾ എന്ത് പറ്റി? ഇവർക്കൊന്നും കൊടുക്കാൻ പറ്റാതെ വന്നു. പിന്നെ ഞാൻ വന്ന പണം എടുത്തപ്പോൾ കുറച്ച് ഭൂമി മേടിച്ചു. ഇവർക്കൊന്നും കൊടുക്കാൻ പറ്റാതെ എല്ലാം കേസായി, ബന്ധനമായി ഞാൻ ജയിലിൽ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഞാൻ എപ്പോഴും കാണുന്ന സ്വപ്നം, ഞാൻ ഒരു കാട്ടിക്കൂടെ നടന്നു പോവുകയാണ്. കാട്ടിക്കൂടെ നടന്നു പോകുമ്പോൾ എന്നെ കാട്ടുമൃഗങ്ങൾ വന്ന് ആക്രമിക്കുന്നു. ഇത് നിരന്തരം കാണുന്ന സ്വപ്നമാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളെ വിശ്വസ്തരായി നിങ്ങളോടൊപ്പം നിന്ന മിത്രങ്ങളിൽ നിന്ന് വഞ്ചന അതുണ്ടായി സാറേ. എൻ്റെ കൂടെ നിന്നവരെന്നെ ചതിച്ച സ്വാമി, എൻ്റെ കൂടെ നിന്നവരെന്നെ ചതിച്ചത്. പിന്നെ ജീവന് ആപത്തുണ്ടാകുന്ന ഏത് നിമിഷം, അത് ഏറ്റവും അടുത്ത നിമിഷത്തിൽ നിങ്ങളുടെ ജീവന് ആപത്തുണ്ടാകാവുന്ന ഒരു വിഷയമുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ അപായപ്പെടുത്താനോ ഉള്ള സാധ്യതയുണ്ട്. അയ്യോ സ്വാമി, ഞാൻ പറഞ്ഞത് നിങ്ങളിങ്ങനെ കാണുന്നുണ്ടോ? കാട്ടിലൂടെ നിങ്ങൾ നടന്നു പോവുകയും കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ കാട്ടുമൃഗങ്ങൾ ആക്രമിക്കുന്നത്, അത് എന്നെ ഒരു കാട്ടുപോത്തൊന്ന് ഇടിച്ചു തെറിപ്പിക്കുന്നതായിട്ട് ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നു. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളെ ജീവൻ അപായപ്പെടുത്താനായിട്ട് ആരോ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഓരോ സ്വപ്നത്തിൻ്റെയും ഫലങ്ങളും കൂടെ ആൾക്കാരിപ്പോൾ ഇന്നലെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ ഒത്തിരി സ്വപ്നം കാണുന്നവർ വിളിച്ചു. എല്ലാം ഒന്നും എല്ലാ ദിവസവും പറയാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോവുകയാണ്. ഇന്നത്തെ നക്ഷത്രം അത്തമാണ്. അത്ത നക്ഷത്രക്കാർക്ക് നല്ല കാലം തന്നെയാണ്. ഓണം വരുവാണ്. സാമ്പത്തിക ചെലവ് കൂടും. സാമ്പത്തികമായ ചെലവ് നല്ലവണ്ണം കൂടുന്ന ഒരു കാലം. ബന്ധങ്ങൾക്ക് കുറച്ച് വിള്ളലുണ്ടാകും. കടബാധ്യതകളുണ്ടാകും. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പേടിക്കേണ്ട ഒരു കാലമില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ താഴെ പോകും. പ്രഷർ ഉണ്ടാകുക, രക്തത്തിലുണ്ടാകുന്ന കൊളസ്ട്രോൾ പോലുള്ള സാധനം ഉണ്ടാകുക, പ്രമേഹം ഉണ്ടാകുക, ആരോഗ്യപരമായ കാര്യങ്ങൾ, ഉപ്പൂറ്റിക്ക് ഒരു വേദന ഉണ്ടാകുക, കാലിൻ്റെ ഉപ്പൂറ്റിക്കും മുട്ടുകാലുകൾക്കും ദോഷമുണ്ടാകുക, നട്ടലിന് ക്ഷതമുണ്ടാകുക, ശരീരത്തിൻ്റെ ഒരു വശത്തേക്ക് രോഗം കടന്നു വരിക. ഇത് നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ ആയുർവേദത്തിൽ എവിടെയെങ്കിലും പോയി ഒന്ന് തടവിയാൽ രക്ഷപ്പെട്ടു പോകാവുന്നതേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചാൽ കടന്നു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് അത്തനക്ഷത്രം വലിയ ദോഷങ്ങളില്ല. പൂർവ്വജന്മത്തിലെ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. ശിവക്ഷേത്രത്തിലൊന്ന് പോവുക, അവിടെ ഒരു ധാര നടത്തുക. അതിന് നിങ്ങൾക്ക് പൂർവ്വജന്മ ദോഷത്തിൻ്റെ പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബാക്കി ഞാൻ സ്വപ്നഫലങ്ങളും നക്ഷത്രഫലങ്ങളും ഇതുപോലുള്ള എനിക്ക് ചുറ്റും നടക്കുന്ന ഫലങ്ങളുമായി നാളെ വരാം. അതുവരെ നന്ദി, നമസ്കാരം.